ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ടു സോൾവ് ആൻഡ് സൊല്യൂഷൻസ് ഇൻ മാത്സ്. ഇന്ന് നമ്മൾ CBSE 10th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, 3rd ചാപ്റ്റർ ആണ്. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ജനറൽ ഫോം ആണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതായത് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താണ് വാരിയബിൾ എന്നറിയോ? എന്താണ് വാരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത വാല്യൂസിനെയൊക്കെ നമ്മൾ സ്വാഭാവികമായും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എക്സ് വൈ അതുപോലെ തന്നെ എന്ത് കൊടുക്കാറുണ്ട്? AB PQ MN ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ കൊടുക്കുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് ആൽഫബറ്റിക് വാല്യൂസ് ആവും കൊടുക്കുക. ആൽഫബറ്റ് ആണ് കൊടുക്കുക, വേരിയബിൾ ആയി കണക്കാക്കാറുള്ളത്. ഇവിടെ എക്സും വൈയും ആണ് നമ്മുടെ 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ABC ഈ മൂന്നും എന്തായിരിക്കും? വാല്യൂസ് ആയിരിക്കും. A അതുപോലെ തന്നെ B അതുപോലെ C ഈക്വൽ ടു ഏതെങ്കിലും നമ്പർ വാല്യൂസ് ആണ് വരിക. ആ വാല്യൂസിൽ എന്ത് വരാം? ഡെസിമൽ വാല്യൂസ് ആവാം, മിക്സഡ് ഫ്രാക്ഷൻ ആവാം, പ്രോപ്പർ ഫ്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് ആവാം, പോസിറ്റീവ് നമ്പേഴ്സ് ആവാം, ഏതുമാവാം ABC എന്നുള്ളതിൽ. പക്ഷേ എയും ബിയും ഒരിക്കലും എന്താവാൻ പാടില്ല? A is not equal to 0. Also B is not equal to 0. എയും ബിയും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അത് സി വേണമെങ്കിൽ എന്താവാം? 0 ആവാം. അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പക്ഷെ എയും ബിയും 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എയും ബിയും നമ്മൾ ലീനിയർ ഫോം എഴുതുമ്പോൾ നമുക്ക് 0 ആക്കി കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് പറയാം? ഈ ചാപ്റ്ററിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. എന്താണ്? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. 2 വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. എത്ര എണ്ണം ഉണ്ടായിരിക്കും? 2 ലീനിയർ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ലീനിയർ ഇക്വേഷൻസിന്റെ നമ്മൾ ഇവിടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്? എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സോൾവ് എക്സ് ആൻഡ് വൈ ആണ് ഈ ചാപ്റ്ററിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് 4 തരത്തിലാണ്. അതായത് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഗ്രാഫിക്കലി ആണ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് മറ്റ് 3 മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾജിബ്രായിക്കലി യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, ഈ 3 മെത്തേഡ് നമുക്ക് ആൾജിബ്രായിക്കലി നമുക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ളതാണ്. ഗ്രാഫിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകത ഫസ്റ്റ് നമുക്ക് ഗ്രാഫിക്കലി ഉള്ളത് പഠിക്കാം. അത് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻസിലെ ഒരു പെയറിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്ത് കാണിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ഫോം ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A1X പ്ലസ് B1Y പ്ലസ് C1 ഈക്വൽ ടു 0. അതുപോലെ തന്നെ A2X പ്ലസ് B2Y പ്ലസ് C2 ഈക്വൽ ടു 0. ഇത് രണ്ടുമാണ് നമ്മൾ ജനറൽ ഫോം ആയിട്ട് ഒരു 2 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഒരു 2X പ്ലസ് 3Y മൈനസ് 7 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ എങ്കിൽ ഇവിടെ A1 എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇതെങ്കിൽ. സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിലും A എന്ന് പറയുന്നത് 2, B എന്ന് പറയുന്നത് 3 ആൻഡ് C എന്ന് പറയുന്നത് എത്രയാ? വെറും 7 അല്ല, -7 -7 ആണ് സിയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തുക? അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. എങ്ങനെയാണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതെങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുക അല്ലെ? നമ്മൾ ഗ്രാഫ് പേപ്പറിൽ കാണിക്കാറുണ്ട്. ഒരു സിമ്പിൾ ഡയഗ്രാം ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇതാണ്. എന്തൊക്കെയാണ് ഉണ്ടാവുക? എക്സ് ആക്സിസ് ഉണ്ടാവും, Y ആക്സിസ് ഉണ്ടാവും അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ഇതില് ഓരോ പോയിന്റും കാണിക്കുക? നമ്മൾ ഇങ്ങനെയാണ് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുക. XY കോർഡിനേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക.
ഇതൊരു കോർഡിനേറ്റ്, 4 കോർഡിനേറ്റ് ആണ് ഇതിലുള്ളത് അല്ലെ. അപ്പോൾ കോർഡിനേറ്റ് പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കാം. 4 ക്വാഡ്രന്റ്സ് ഉണ്ട് ഇതിന്. അതിൽ ഫസ്റ്റ് നമ്മളിപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു 2, 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യാം. ഇവിടെ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ്. അതായത് ഇങ്ങോട്ട് താഴോട്ട് വന്നാൽ ഇത് 2 ആവണം. ഓക്കെ, 1, 2, 3, 4, 5. ഓക്കെ, ഇങ്ങനെ പോകുന്നു. ഇനി മുകളിലോട്ട് നോക്കൂ. ഇവിടെ നോക്കിയേ, ഇത് 2 ഫസ്റ്റ് കാണിക്കുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് ഓൾറെഡി കറക്റ്റ് ആയി. സെക്കൻഡ് കാണിക്കുന്നത് വൈ കോർഡിനേറ്റ് ആണ്. അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ എത്ര വരിക? ഇവിടെ 1, 2, 3, 4. ശരിയായില്ലേ? 2, 4 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റിനെ കാണിക്കാം. ആക്സിസിൽ നമുക്ക് കാണിക്കാം, ഗ്രാഫിക്കലി കാണിക്കാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലീനിയർ ഇക്വേഷനിൽ വരുന്നത്? a1x പ്ലസ് b1y പ്ലസ് c ഈക്വൽ ടു 0യും a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0യാണ്. ഇതാണ് നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻസിന്റെ ജനറൽ ഫോം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന രണ്ട് ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ് വാല്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ചെയ്യുക. എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് 2 ലീനിയർ വാരിയബിൾസ് അല്ലെങ്കിൽ പെയർ ഓഫ് ലീനിയർ വാരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു ഫ്രെയിമാണ് ഞാൻ തരുന്നത്. അതായത് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഇക്വേഷനിൽ നിന്നും, ഇവിടെ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് ജനറൽ ഫോം ആണ്. ഫോർ എക്സാമ്പിൾ ഇട്ട് നമുക്ക് ചെയ്യാം. അതിൽ നിന്നും ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് 2xy കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കും. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 2xy കോർഡിനേറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കും. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും 2xy കോർഡിനേറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു തരാം. ഈ രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പൊ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2, 4 ഇട്ട പോലെ തന്നെ മറ്റൊരു പോയിന്റ് ഞാൻ പറയാണ് 4, 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്ത് വിചാരിച്ചോളൂ. 4, 2 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോർഡിനേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോർഡിനേറ്റ് എവിടെയാ? 4, 2. ഇവിടെ അല്ലേ വരിക? 4, 2 അല്ലെ. ഇനി ഇതാണ് ഒരു ലൈനിന്റെ അല്ലെങ്കിൽ ഒരു ലീനിയർ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ. ഇത് രണ്ടുമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ രണ്ട് വാല്യൂസിനെയും നമ്മൾ മാർക്ക് ചെയ്യും ഗ്രാഫിൽ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ലൈനിനെ ഒന്നാണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും 2xy കോർഡിനേറ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെയും നമ്മൾ എവിടെയെങ്കിലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വെറുതെ കാണിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ അതിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ ആണ് തരാന്നറിയാലോ. ഈ രണ്ട് ലീനിയർ ഇക്വേഷൻ വെച്ചിട്ടും നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 3 രീതിയിൽ നമുക്ക് ഗ്രാഫ് കിട്ടാം. അതായത് ഫസ്റ്റ് രീതി നിങ്ങൾക്ക് കാണാം. എന്താണ്? രണ്ട് ലൈനും പാരലൽ ആയിട്ടാ പോണേ അല്ലെ. രണ്ട് ലൈനുകളും പാരലൽ ആയിട്ട് തമ്മിൽ ഒരു സമയത്തും ഇത് എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല. മുകളിലേക്കും താഴോട്ടും പോകുമ്പോൾ ഒരു സമയത്തും കൂട്ടിമുട്ടില്ല. അങ്ങനെ പാരലൽ ആയിട്ട് ഫസ്റ്റ് കേസിൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ തന്നിരിക്കുന്നു എന്താണ്? ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു, തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നു. ഒരു പോയിന്റിൽ വെച്ച് അവര് കൂട്ടിമുട്ടിയിട്ടുണ്ട്. മൂന്നാമത്തത് നോക്കൂ, കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇവിടെ കട്ടിയിലും കട്ടിയില്ലാണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ ലൈന്. സെക്കൻഡ് ഇക്വേഷനിലെ ലൈൻ ഇത് എഴുതുമ്പോൾ തന്നെയാ വന്നത്. അതാണ് ഞാൻ കട്ടി കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരേ ലൈനിൽ തന്നെ രണ്ട് ഇക്വേഷന്റെ ലൈനും വരും. ഒരേ ലൈനിലാണ് രണ്ട് ഇക്വേഷനും വരുന്നതെങ്കിൽ അതാണ് മൂന്നാമത്തെ കേസ്. ഇങ്ങനെ 3 കേസുകളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തേത് എന്താണ്? പാരലലായി. സെക്കൻഡ് കേസ് എന്താണ്? ഇന്റർസെക്ട് ചെയ്തു. മൂന്നാമത്തേത് എന്ത് ചെയ്തു? കോയിൻസൈഡ് ചെയ്തു. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ വരിക? നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് കണ്ടാൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അതൊന്ന് കാണാം. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? 3 തരത്തില് ഗ്രാഫ് വരാമെന്ന് പറഞ്ഞു അല്ലെ. അതായത് രണ്ട് ലൈനിന്റെയും വാല്യൂസ് XY വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം ആ വാല്യൂസ് വെച്ചിട്ട് ഗ്രാഫ് വരച്ചപ്പോൾ ഒന്നുകിൽ പാരലൽ ആവാം, അല്ലെങ്കിൽ ഇന്റർസെക്ട് ആവാം, അല്ലെങ്കിൽ കോയിൻസൈഡ് ആവാം. അത് നമുക്ക് വരക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ?
നമ്മുടെ എ ബി സി എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസിന്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാല് ഫസ്റ്റ് കേസിൽ നമുക്ക് എന്ത് നോക്കാം, A1/A2 ചെയ്യാം, A1/A2 ചെയ്യാം. അതുപോലെ തന്നെ B1/B2 ചെയ്യാം, C1/C2 ചെയ്യാം. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ചെയ്യാം. ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് നോക്കിയാൽ മൂന്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോയിൻസൈഡ് ചെയ്തു എന്ന് പറയാം. അതായത് ഒരേ ലൈനിൽ വരും, സെയിം ലൈനിലാണ് വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ A1/A2 ചെയ്തു, B1/B2 ചെയ്തു, C1/C2 ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്തപ്പോ A1/A2 ഈക്വൽ ആയി, A1/A2 ഈക്വൽ ടു B1/B2 ആയി. അത് രണ്ടും ഈക്വൽ ആയി. പക്ഷേ B1ഉം C1ഉം ഇതും തമ്മിൽ നോക്കിയപ്പോ നോട്ട് ഈക്വൽ ആണ്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവ എങ്ങനെയായിരിക്കും, പാരലൽ ആയിരിക്കും ആ ലൈന്. ഓക്കെ, പാരലൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് എങ്ങനെയാണ്, A1/A2 B1/B2 C1/C2 ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴേക്കും A1/A2 B1/B2 ചെയ്തപ്പോ തന്നെ നോട്ട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ കേസ് എന്തായി മാറും, ഇന്റർസെക്റ്റിംഗ്. ഓക്കെ, A1/A2 B1/B2 C1/C2 ഈക്വൽ ആണെങ്കിൽ കോയിൻസൈഡ്, A1/A2 ഈക്വൽ ടു B1/B2 ഇസ് നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ പാരലൽ, A1/A2 ഇസ് നോട്ട് ഈക്വൽ ടു B1/B2 പിന്നീട് C1/C2 നോക്കേണ്ട ആവശ്യമില്ല, അത് ഇന്റർസെക്ട് ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഇനി ഇതിന് വാല്യൂസ് ഞാൻ പറഞ്ഞു, ഈ പാഠത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്താ, നമ്മുടെ എക്സിന്റെയും വൈയുടെയും എക്സാക്ട് വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സാക്ട് വാല്യൂസ് ചില കേസുകളിൽ വാല്യൂസ് ഉണ്ടാവില്ല, നമുക്ക് തന്ന രണ്ട് ഇക്വേഷനും വെച്ചിട്ടൊരു വാല്യൂസ് ഉണ്ടാവില്ല. ചില കേസിൽ എന്തുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ചില കേസിൽ നോ സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും, അതായത് മെനി സൊല്യൂഷൻ ആണ്. അത് ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും. ആ മൂന്ന് കേസാണ് ഈ കാണുന്നത്. ഇതിൽ ഒരെണ്ണത്തില് ഒരുപാട് വാല്യൂസ് ഉണ്ട്, ഒരെണ്ണത്തില് ഒട്ടും വാല്യൂസ് ഇല്ല, ഒരെണ്ണത്തിൽ ആകെ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഏതിലാണ് ഒരു വാല്യൂ ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റർസെക്ട് ചെയ്യുക അല്ലെ. തമ്മിൽ കൂട്ടിമുട്ടുമ്പോ ഒരൊറ്റ പോയിന്റിൽ വെച്ചിട്ടല്ലേ കൂട്ടിമുട്ടുക. എങ്ങനെ കൂട്ടിമുട്ടുക, ഇതെങ്ങനെ, ഈ ഒരൊറ്റ പോയിന്റിൽ വെച്ചിട്ടല്ലേ കൂട്ടിമുട്ടുക, അതാണല്ലോ ഇന്റർസെക്ട്. അപ്പൊ എത്ര വാല്യൂ ഉണ്ടായിരിക്കും ഇന്റർസെക്റ്റില്, ഓൺലി വൺ സൊല്യൂഷൻ, ഒരൊറ്റ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കൂ, കോയിൻസൈഡ് നോക്കാം നമുക്ക്. കോയിൻസൈഡ് അല്ലെ, കോയിൻസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതേ ലൈനിൽ തന്നെ മറ്റേ ലൈനും വരിക അല്ലെ, രണ്ട് ലൈനും ഒരേ സ്ഥലത്ത് തന്നെ വരിക. അപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം വരുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഫുൾ ടൈം കൂട്ടിമുട്ടിയിട്ട് തന്നെയാണുള്ളത് അല്ലെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് വേണ്ട ഏകദേശം ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. ഇനി നമുക്ക് എക്സസൈസ് 3.2ലുള്ള പ്രോബ്ലംസ് ചെയ്യാം ടെക്സ്റ്റിലെ. അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ഗ്രാഫിക്കലി. രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെയും സോൾവ് ചെയ്യുക. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഈ രണ്ട് ക്വസ്റ്റ്യനിലെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, 10 students of class 10th took part in a mathematics quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, 10 students of class 10th took part in a mathematics quiz. അതായത് ഒരു ക്ലാസ്സിലെ 10th സ്റ്റാൻഡേർഡിലെ 10 കുട്ടികൾ ചേർന്നിട്ട് ഒരു മാത്തമാറ്റിക്സിന്റെ ക്വിസിൽ പങ്കെടുത്തു. ഓക്കെ, ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ്. നമുക്ക് ഒരു റിലേഷനും തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് റിലേഷൻസ് ടോട്ടലി നമുക്ക് തന്നിട്ടുണ്ട്. ആ റിലേഷൻ വെച്ച് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷന് കണ്ടുപിടിക്കാം, ലീനിയർ ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു 10 students of class 10 took part in a mathematics quiz.
if the number of girls is 4 more than the number of boys. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും ആണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ട അല്ലെങ്കിൽ വാരിയബിൾ കൊടുക്കേണ്ട ഫാക്ടർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ബോയ്സ് അല്ലെ. അപ്പൊ ലെറ്റ് നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു x and number of boys is equal to y. ഇങ്ങനെ എടുക്കാം. ചാപ്റ്ററിൽ ഒട്ടുമിക്കതും നമുക്ക് വേർഡ് പ്രോബ്ലം ആണ് വരിക. അപ്പൊ അതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കണം. നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു വൈ. ഇനി എന്താ തന്നിരിക്കുന്നത്? ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ്, ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ്, നമ്പർ ഓഫ് ഗേൾസ് എത്രയാ? എക്സ് ആണ്. ഈസ് പറയുമ്പോൾ ഈക്വൽ ടു കൊടുക്കുക. എന്താണെങ്കിൽ 4 more than the number of boys. 4 more than എന്ന് പറയുമ്പോൾ എന്താ വരിക? പ്ലസ് ചെയ്യണം അല്ലെ. 4 less than എന്നാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. 4 more than അപ്പൊ പ്ലസ് എന്ത്? നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് ഇവിടെ എന്താ? y. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ഇത് എക്സ് മൈനസ് വൈ മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് വന്നാൽ നമ്മുടെ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമായി. ഇവിടെ പ്ലസ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോവാം. സെക്കൻഡ് ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുള്ളത് വേറൊരു ഐഡിയ ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ടുക്ക് പാർട്ട് ഇൻ മാത്തമാറ്റിക്സ് ക്യൂസ്. മാത്തമാറ്റിക്സ് ക്യൂസിലെ 10 കുട്ടികൾ എന്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ക്യൂസിൽ പങ്കെടുത്തിട്ടുണ്ട്. എത്ര കുട്ടികളാണ്? 10 കുട്ടികൾ. അതിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിട്ട് 10 കുട്ടികൾ പങ്കെടുത്തു. അപ്പൊ ഇതായി നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. എപ്പോഴും നമ്പർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഫസ്റ്റ് 2 ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ്, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു എന്താണ്, നമ്മൾ ഇതിൽ നിന്നും എക്സിനും വൈക്കും വാല്യൂ അസ്യൂം ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും 2 വാല്യൂസ് വേണം. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും നമുക്ക് 2 വാല്യൂസ് വേണം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 ബോക്സ് വരയ്ക്കുവാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് വരച്ചു. എന്താണ് ബോക്സിൽ കൊടുക്കേണ്ടത്? എക്സ് കൊടുക്കുക, വൈ കൊടുക്കുക. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. എന്താണ്? എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതില് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഗ്രാഫില് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു ലൈനായി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് 2 പോയിന്റ്സ് എങ്കിലും നമുക്കറിയണം അല്ലെ. ഒരു ഗ്രാഫില് ഒരു ലൈന് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 പോയിന്റ്സ് എങ്കിലും നമുക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വാല്യൂ അസ്യൂം ചെയ്യുന്നത്. തൽക്കാലം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? y ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോ y വേണമെങ്കിൽ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഏറ്റവും ചെറിയതും ഏറ്റവും സിമ്പിളും എക്സാക്ട് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുന്നതും ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടരുത്? നെഗറ്റീവ് വാല്യൂസ് മാക്സിമം ഒഴിവാക്കുക. വന്നു വെച്ചിട്ട് പ്രശ്നമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവ് വാല്യൂസ് മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം, ഈ ഒരു പ്രോബ്ലത്തെ ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫ്രാക്ഷൻ അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും കിട്ടാത്ത രീതിയിൽ ചെയ്യാം. അത്രയും വരെ അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പോഴും എക്സിന് 0 അല്ലെങ്കിൽ വൈന് 0 തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് എളുപ്പമാക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക, ഏത് വാല്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഞാൻ എക്സിന് എന്ത് ചെയ്തു? ഫസ്റ്റ് 0 കൊടുത്തു നോക്കി. 0 കൊടുത്തു നോക്കുമ്പോ ഇവിടെ വൈക്ക് 0 കൊടുത്തു നോക്കി. y 0 ആവുമ്പോ എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈയുടെ സ്ഥാനത്ത് എന്ത് വരും? 0. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എത്ര വരും? 4. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എന്തായി? 4 ആയി. നെക്സ്റ്റ് വൈ ഞാൻ 0 കൊടുത്തു. ഇനി നിങ്ങൾ നോക്കൂ, എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ തരിക? 0 ഈക്വൽ ടു 4 പ്ലസ് വൈ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ y ഈക്വൽ ടു -4 ആയി മാറും. അപ്പൊ മൈനസ് വാല്യൂ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചെയ്തു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. വൈ നെഗറ്റീവ് വാല്യൂസിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം വൈക്ക് 0 കൊടുത്തുവെങ്കിൽ ഇവിടെ വൈക്ക് ഞാൻ 1 കൊടുക്കുകയാണ്.
അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നോക്കിയേ, എക്സ് ഇസ് ഈക്വൽ ടു 4 + 1. അത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഏത് വാല്യൂ വന്നാലും നമുക്ക് കുറച്ചും കൂടി എക്സാക്ട് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. എക്സ് ഈക്വൽ ടു 4 + 1, ദാറ്റ് ഇസ് എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 5. ഓക്കെ, അപ്പം വൈക്ക് 0 ആവുമ്പോ എക്സിന് 4 ആണ്, വൈക്ക് 1 ആവുമ്പോ എക്സിന് 5 ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷന്റെ ബോക്സ്, സെക്കൻഡ് ഇക്വേഷന്റെ ബോക്സ് ആണിത്. എക്സ് വൈ. ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ? നല്ല എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കണേ. ഇവിടെ എക്സിന് നമ്മളൊരു 0 കൊടുത്തു എന്ന് വിചാരിക്കും. എക്സിന് 0 കൊടുത്തു, അതല്ലേ നമ്മുടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. എക്സിന് ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ വൈ ഈക്വൽ ടു 10 കിട്ടി അല്ലേ? വൈക്ക് എന്ത് കിട്ടി? 10. ഇനി ഇവിടെ വൈക്ക് 0 കൊടുത്തു നോക്കാം. വൈക്ക് 0 കൊടുത്താൽ എന്താ കിട്ടുക? എക്സ് പ്ലസ് 0 ഈക്വൽ ടു 10, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ വൈ എക്സിന് 0 കൊടുത്തപ്പോ വൈക്ക് 10 കിട്ടി, വൈക്ക് 0 കൊടുത്തപ്പോ എക്സിനും 10 കിട്ടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? നമ്മുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ടത്. നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനൊരു ഗ്രാഫ് റഫായിട്ട് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 ബോക്സസ് ഇതാണ്, അതായത് നമ്മുടെ കോർഡിനേറ്റ്സ് ഇതാണ്. ഇവിടെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പറിലാണ് ചെയ്യാം. ഗ്രാഫ് പേപ്പറിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കറക്റ്റ് എക്സാക്ട് ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആക്സിസ് അടയാളപ്പെടുത്തിയിരിക്കണം, നമ്പേഴ്സ് കറക്റ്റ് ആയി കൊടുക്കുക, ഒറിജിൻ കൊടുക്കുക. ഇതൊക്കെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ നീറ്റ്നെസ് വേണം, എന്ന് പ്രത്യേകിച്ച് മാത്സിൽ. അപ്പൊ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് ഒരു ബോക്സ് എടുക്കാം അല്ലെ, കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കൂ, എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ വൈ ഈക്വൽ ടു 10 ആണ്. എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ വൈ ഈക്വൽ ടു 10 ആണ്. 0 എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 അറിയോ? എന്താണ് വൈ ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും അതിന്റെ ഇക്വേഷൻ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അവിടെ വൈ ഇല്ലല്ലോ. എക്സ് ആക്സിൽ എവിടെ വൈ? അപ്പൊ നമ്മൾ എന്ത് പറയും? വൈ ഈക്വൽ ടു 0 ആണ്. അതുപോലെ വൈ ആക്സിൽ എക്സ് ഇല്ല, അപ്പൊ എക്സ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അത് മറക്കരുത്. ദെൻ എക്സ് 0 ആവുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഏതാണ്? ഇവിടെയാണ് വരിക. എക്സ് 0 ആവുമ്പോൾ വൈ എത്രയാണ്? 10 അല്ലെ? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വൈ എത്രയാണ്? 10. എക്സ് 0 ആവുമ്പോൾ വൈ 10 ആവുമ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ദെൻ നെക്സ്റ്റ് എന്താ? വൈ 0 ആവുമ്പോൾ എക്സ് 10. അപ്പൊ നേരെ തിരിച്ച് ഇവിടെയും വരും അല്ലെ? ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷന് ഫസ്റ്റ് ബോക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായി കിട്ടും. ഞാനിത് ബോർഡിൽ വരയ്ക്കുന്നത് കൊണ്ടാണ്. ഇത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഇവിടുത്തെ എക്സ് പ്ലസ് വൈയുടെ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ പേര് കൊടുക്കുക, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എക്സ് 4 വൈ 0. വൈ 0 എന്ന് പറയുമ്പോൾ എവിടെ തന്നെയാണ്? ഇത് ഇവിടെ തന്നെയാണ് അല്ലെ? വൈ 0 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 4 ഇതല്ലേ? നെക്സ്റ്റ് ഏതാ വരുന്നത്? എക്സ് 5ഉം വൈ 1ഉം. എക്സ് എന്താണ്? 5. 5. വൈ 1 ആവുമ്പോ ഇങ്ങോട്ട് വരും. വൈ 1 എക്സ് 5 ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അല്ലേ? ദെൻ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ലൈന് പോവുക? ലൈൻ പോയിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ? കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, കൂട്ടിമുട്ടുന്ന പോയിന്റ് വേണം നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ എടുത്തുമ്പോൾ വരയ്ക്കുന്നത് കൊണ്ടാണ് മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ്? അതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ വാല്യൂ, എക്സിന്റെയും വൈയുടെയും വാല്യൂ എടുക്കുന്നത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എക്സ് ആക്സിലേക്കും വൈ ആക്സിസിലേക്കും വരച്ചു കൊടുക്കുക. പെർപെൻഡിക്കുലേഴ്സ് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്ത് കൊടുക്കുക? വരച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ വരച്ച് വന്നാൽ ശരിക്കും എക്സാക്ട് വാല്യൂ വരുന്നത് 3 ആണ്. പക്ഷെ ഞാൻ ഈ ബോർഡിൽ വരച്ചത് കൊണ്ടാണ് അത്രയും ക്ലിയർ അല്ലാണ്ട് കാണുന്നത്. എക്സാക്ട് വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ 7 3 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ വാല്യൂ കിട്ടുന്നത്.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് ബോർഡിലാണ് കാണിക്കുന്നത്, ഗ്രാഫ് പേപ്പറിൽ കറക്റ്റ് നമ്പർ ഇട്ടിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു. അത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.